നമസ്കാരം. കേവലം 100 ഗ്രാം ശരീരഭാരം വർദ്ധിച്ചതിന്റെ പേരിൽ സാധ്യമായ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നഷ്ടമായ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയ പ്രവേശം നടത്തുമെന്ന സൂചന നൽകി കർഷക സമരത്തിനെത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ശംഭു അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് മിനിമം താങ്ങുവിലയായ MSPയുടെ നിയമപരമായ ഗ്യാരണ്ടിക്കായുള്ള അവരുടെ ആവശ്യം ഒരു സുപ്രധാന നാഴികക്കല്ലിലെത്തി നിൽക്കുകയാണെന്ന് പറഞ്ഞു. 200 ദിവസത്തെ തുടർച്ചയായ പ്രതിഷേധം കൂടുതൽ കനപ്പിക്കുന്നതിന് കർഷക സംഘടനകൾ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് വിനേഷ് ഫോഗട്ടിന്റെ സന്ദർശനം. ഫെബ്രുവരി 13 ഡൽഹിയിലേക്കുള്ള കർഷക മാർച്ച് അധികൃതർ തടഞ്ഞതിനെ തുടർന്ന് ആരംഭിച്ച പ്രകടനം ഖനൌരി, രത്തൻപുര അതിർത്തികളിലെ മറ്റ് നിർണായക സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. മറ്റ് പ്രധാന കാർഷിക പ്രശ്നങ്ങൾക്കൊപ്പം എല്ലാ വിളകൾക്കുമുള്ള MSPക്ക് നിയമപരമായ ഗ്യാരണ്ടി നൽകണമെന്ന ആവശ്യവുമായാണ് കർഷകർ സമരത്തിനിറങ്ങിയത്. കർഷകരുടെ ആവശ്യത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നവർക്ക് നേരത്തെ ഫോഗട്ട് ഉൾപ്പെടെ വിവിധ കോണുകളിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നു. സമര കേന്ദ്രത്തിലെത്തിയ ഫോഗട്ടിനെ കർഷകർ ആദരിക്കുകയും തുടർന്ന് പരിപാടിയിൽ അവർ സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ തനിക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞ ഫോഗട്ട് ഇത് കാണുമ്പോൾ വേദനാജനകമാണ്, എല്ലാവരും ഈ രാജ്യത്തെ പൗരന്മാരാണ് എന്നും കൂട്ടിച്ചേർത്തു. കർഷകരാണ് രാജ്യം ഭരിക്കുന്നത്, അവരില്ലാതെ ഒന്നും സാധ്യമല്ല. അവർ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയില്ലെങ്കിൽ അത്ലറ്റുകളായ ഞങ്ങൾക്ക് മത്സരിക്കാൻ കഴിയില്ല. കർഷകരില്ലെങ്കിൽ ഞങ്ങൾ നിസ്സഹായരാണ്. വലിയ തലങ്ങളിൽ ഞങ്ങൾക്ക് രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ കർഷകരുടെ പിന്തുണയില്ലാതെ കഴിയില്ല. ആളുകൾ ഇങ്ങനെ തെരുവിൽ ഇരുന്നാൽ പുരോഗതിയില്ല എന്നും അവർ വ്യക്തമാക്കി. സമരം 200ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന്റെ പ്രതികരണമില്ലായ്മയിൽ നിരാശ രൂക്ഷമായിരിക്കുകയാണ്. സർക്കാരുമായി ഇടപഴകാനുള്ള ആവർത്തിച്ചുള്ള ശ്രമങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാർ സമരക്കാരുടെ ആവശ്യങ്ങളോട് മൗനം പാലിക്കുന്നതായി അമൃത്സർ ജില്ലാ കർഷക നേതാവ് ബൽദേവ് സിംഗ് ബഗ്ഗ വെളിപ്പെടുത്തി. കർഷക സംഘടനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും പലതവണ കത്തയച്ചെങ്കിലും പ്രതികരണങ്ങളൊന്നും ലഭിച്ചില്ല. മോദി അധികാരത്തിൽ 11ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനു പകരം കർഷകരുടെ ശബ്ദം അടിച്ചമർത്തുന്നത് തുടരുകയാണെന്ന് ബഗ്ഗ വെളിപ്പെടുത്തി. സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ശംഭു, ഖനൌരി അതിർത്തികളിൽ കർഷകർ വൻതോതിൽ ഒത്തുകൂടാൻ കിസാൻ മസ്ദൂർ മോർച്ച കൺവീനർ സർവൻ സിംഗ് പന്തർ ആഹ്വാനം ചെയ്തു. ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എന്ന് പന്തർ വ്യക്തമാക്കി. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർഷക സമരം കൊടുമ്പിരിക്കൊണ്ട സംസ്ഥാനത്ത് BJP കനത്ത പ്രതിരോധത്തിലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നതിന് കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവും പ്രധാന കാരണങ്ങളായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിനേഷ് ഫോഗട്ട് നേരിട്ടെത്തി കർഷക സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. നിലവിൽ BJP ഭരിക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനമായ ഹരിയാന നിലനിർത്താൻ കർഷക സമരം വലിയ തടസ്സമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിനേഷ് ഫോഗട്ട് തന്റെ ഇനിയുള്ള ഗോത രാഷ്ട്രീയമാണെന്ന് തീരുമാനിച്ചാൽ BJPക്ക് അത് കൂടുതൽ തിരിച്ചടിയാകും. കർഷകർക്കൊപ്പം സർക്കാരിനോട് ഗുസ്തിക്കൊരുങ്ങുന്ന വിനേഷിന്റെ രാഷ്ട്രീയ പ്രവേശമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രഖ്യാപനം ഉടനെയുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.